അടുത്ത 10 വർഷം പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബൂമിംഗ് ആണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. പുതിയ ബിസിനസ് നോക്കുന്നവർക്കും കറൻ്റ്ലി ബ്രാൻഡായിട്ട് നടക്കുന്നവർക്കും അവരുടെ ഓൺ ബ്രാൻഡ് പെർഫ്യൂം മാനുഫാക്ചർ ചെയ്ത് ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇനി ഒരിക്കൽ സാറ് പെർഫ്യൂം നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് മറിച്ച് നോക്കിയാൽ മാനുഫാക്ചർഡ് ബൈ OAR ഫ്രാഗ്രൻസ് എന്ന് അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിലുണ്ടാക്കിയ ഇന്ത്യൻ പെർഫ്യൂം മാർക്കറ്റ് ഇറ്റ് സെൽഫ് മോർ ദാൻ 10,000 crore rupeesൻ്റെ മാർക്കറ്റ് സൈസാണ്. അത് സ്റ്റിൽ ഗ്രോയിങ് ആണ്. 20% CAGR ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വീട്ടിനകത്തിരുന്നു കൊണ്ട് ലേഡീസ് ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമിന് സെർച്ച് ചെയ്യുന്നത് 1650 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച്. ആർക്കെങ്കിലും ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിലായിരിക്കാം, നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ബ്രാൻഡ് നെയിമുമായി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമുമായിട്ട് വന്നാൽ നിങ്ങൾ ഏത് പ്രൈസിനും അവർക്ക് ഒന്നും അറിയണ്ട പ്രോഡക്റ്റ് കൊടുക്കുക, അവർ വിറ്റാൽ മതി, അങ്ങനെയാണോ? അതെ, അവർ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് നിന്ന് അതിനെ ഡിസൈനിങ് മുതൽ A to Z സംഗതികൾ ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വേണ്ട മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ് കൂടെ അഡ്വൈസ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് OARൻ്റെ പ്രൈം. വലിയ ബിസിനസ് സാധ്യതയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. OAR ഫ്രാഗ്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അവർക്ക് ഗ്ലോബൽ ലെവൽ എവിടത്തേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ലൈസൻസിങ് 100% എവറിത്തിങ് ഈസ് വേൾഡ് ക്ലാസ്. നമ്മൾ ആരും കാണാത്തൊരു മേഖലയിൽ 3 കൂട്ടുകാർ ചേർന്ന് ഒരു സംരംഭം തുടങ്ങുക, ഇതൊക്കെ നമ്മൾ വല്ല സിനിമയിലൊക്കെ കണ്ടു കാണുകയുള്ളൂ. എന്നാൽ ആരും തൊടാത്തൊരു മേഖലയിൽ ഒരു സംരംഭം തുടങ്ങാൻ ചങ്കൂറ്റം കാണിച്ച്, അതും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് ഉണ്ടാക്കാനും ഒക്കെ തീരുമാനമെടുത്ത 3 സുഹൃത്തുക്കളുടെ കഥയാണ് ഇന്ന് സ്പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. 3 സ്വദേശികൾ, മലബാർ സ്വദേശികളാണ്. ഇവരാണ് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ എന്നോടൊപ്പം ഇരിക്കുന്നത്. 3 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം മുഹമ്മദിലേക്ക് വരാം. താങ്കളാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ, അതുകൊണ്ട് താങ്കളോട് തന്നെ ചോദിക്കാം, താങ്കളുടെ നാട് എവിടെയാണ്? വടകര സ്വദേശിയാണ്. പഠിച്ചതൊക്കെ എവിടെയാണോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിനുശേഷം അബ്രോഡ് പല സ്ഥലങ്ങളിലായിട്ടാണ്. യൂസഫ് ഭായ് അല്ലേ? യെസ്. താങ്കൾ നാട് എവിടെയാണ്? ഞാൻ മലപ്പുറം മൊറയൂരാണ് സ്വദേശം. പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ തന്നെയായിരുന്നു. ഫസ്ലു, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരൻ താങ്കളാണോ? അതെ. ഫസ്ലു പഠിച്ചത് എവിടെയാണ്? നാട് എവിടെയാണ്? നാട് കോഴിക്കോട് കുറ്റിയാടി. നിങ്ങളൊക്കെ മലബാറുകാരാണ്? അതെ, എല്ലാവരും മലബാറുകാരാണ്. പഠിച്ചത് കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചാർട്ടേഡ് കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതെ. ഓക്കെ, മുഹമ്മദ് ഭായിലോട്ട് തിരിച്ചു വരാം. ഈ പഠനം കഴിഞ്ഞിട്ട് എന്താണ്, ജോലിയായിരുന്നോ, ബിസിനസ്സായിരുന്നു, എന്താണ് ചെയ്തത്? പഠനം കഴിഞ്ഞിട്ട് വിദേശയാത്രയാണ് ചെയ്തത്. അതായിട്ട് ഖത്തറിൽ പോയി, പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ജോലിയിലേക്ക് കയറി. ജോലിയായിരുന്നു അല്ലേ താങ്കളുടെ തന്നെ? ഞാൻ യൂസഫ് ഭായിലേക്ക് വരാം. ഞാൻ നാട്ടിൽ കുറച്ച് കാലം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ഓക്കെ. ഇപ്പോൾ 25 വർഷത്തിലധികമായിട്ട് ആ മേഖലയിലായിരുന്നു. ഓക്കെ. അതിൽ തന്നെ പ്രവാസിയായിരുന്നു താങ്കൾ? പ്രവാസത്തിലുണ്ടായിരുന്നു നിയർലി 20 years. 20 വർഷത്തോളം. അതെല്ലാം സെയിൽസ് മേഖലയിൽ തന്നെയായിരുന്നു? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഫസ്ലു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞു. ഏത് CA ആണോ? ACCA. സ്വാഭാവികമായിട്ടും താങ്കൾ പ്രാക്ടീസ് ചെയ്യായിരുന്നോ, ജോലിയാണോ അതോ ബിസിനസ്സാണോ? ഞാൻ ബിസിനസ്സിലാക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. സോ അതിലേക്കായിരുന്നു ഞാൻ ഈ പഠനത്തിൻ്റെ കൂടെ തന്നെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ നല്ല രീതിയിൽ കൊടുത്തിരുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ബിസിനസ് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു മേഖലയോ കണ്ടുപിടിച്ചോ? അങ്ങനെയാണ് നമ്മൾ ഒരു നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്യൂച്ചറുള്ള ഒരു ഇൻഡസ്ട്രി നമ്മൾ ഇവിടത്തേക്ക് കണ്ടെത്തുന്നത്. എന്തായിരുന്നു? പെർഫ്യൂം ഇൻഡസ്ട്രി, പെർഫ്യൂം മാനുഫാക്ചറിങ്. അതെ, പെർഫ്യൂം മാനുഫാക്ചറിങ്. ഓക്കെ, അങ്ങനെയാണ് താങ്കൾ ഒരു തീരുമാനം എടുക്കുന്നത്? അതെ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളൊക്കെ തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ഞാനിതുവരെ ചോദിച്ചില്ല. എന്താണ് കണക്ഷൻ? അത് നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ഫസ്റ്റ് കണക്ട് ആവുന്നത് യൂസഫ് ഭായ് ആയിട്ടാണ്. ഫസ്റ്റ് കണക്ട് ആവുന്നത് യൂസഫ് ഭായ് ആയിട്ടാണ്. അതെ. നിങ്ങൾ തമ്മിലുള്ള പരിചയം? ഞാൻ ഖത്തറിലായിരുന്നു ബേസ് ആയിട്ടുള്ളത്. എൻ്റെ ഫാമിലിയൊക്കെ ഖത്തറിലുണ്ടായിരുന്നു. ആ സമയത്താണ് യൂസഫ് ഭായ് ആയിട്ട് കണക്ട് ആകുന്നത്.
അങ്ങനെ യൂസുഫ് ഭായിയായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, ഇതിൻ്റെ ഒരു ഡെപ്ത്, ഞാൻ നടത്തുന്ന സ്റ്റഡികൾ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് യൂസുഫ് ഭായി എന്ത് ചെയ്തു, എൻ്റെ കൂടെ അതിനകത്ത് ജോയിൻ ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻസ് ആണ്. അതെ, ബിസിനസ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ സെയിൽസിൽ അഗ്രഗണ്യനായ യൂസുഫ് ഭായ് ചാടി വീണു എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറുപ്പക്കാരനാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം പെർഫ്യൂമാണ്. ഞാൻ ഓൾറെഡി അപ്പോഴേക്ക് ബിസിനസ് മറ്റു വേറെ പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ഇതും കൂടെ ഒരു പ്രൈം ബിസിനസ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ പാഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പൂർണ്ണമായും ബോധ്യപ്പെട്ടു. താങ്കൾക്ക് സെയിൽസിലായതുകൊണ്ട് ആ നോളജ് പെട്ടെന്ന് തന്നെ മനസ്സിലായത് സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു തുടക്കം? നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് അഥവാ R&Dയുടെ ഭാഗമായിട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു തീരുമാനം. എവിടെയാണ് തുടങ്ങാൻ തീരുമാനം? അത് കേരളത്തിൽ നാദാപുരത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ, ഇദ്ദേഹത്തെ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. അദ്ദേഹവും മുഹമ്മദ് ഭായിയും ഖത്തർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം മുഹമ്മദ് ഭായിക്കും അതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഭായിയുടെ നാടിൻ്റെ അടുത്തതും കൂടി ആയതുകൊണ്ട് മുഹമ്മദ് ഭായിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ മുഹമ്മദിലോട്ട് വരാം. ഇവർ രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആണ്. താങ്കൾ അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ എത്ര നാൾ അവിടെ ജോലി ചെയ്തു? ഞാൻ ജോലി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ബിസിനസ്സാണ്. എൻ്റെ ലൈഫ് പ്ലാനും ബിസിനസ്സിലേക്ക് തന്നെയാണ്. നല്ലൊരു മേഖല കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനൊരു പെർഫ്യൂം ലവറും കൂടിയാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പോലും എനിക്കങ്ങനെ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല ജോലിയിലേക്ക് ഇറങ്ങുന്നത്, പല മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് ശരിക്കും യൂസുഫ് ഖാനെ കിട്ടുന്നത്. അപ്പോൾ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ചാടി വീണു. യൂസുഫ് ഖാൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്പാർക്ക് അടിച്ചു ശരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് ഒരുപാട് പ്രത്യേകതകളിൽ എന്നാൽ ഒരു ലക്ഷറി ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇറങ്ങിയേ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഫസലിനോട് തിരിച്ചു പോവാം. അങ്ങനെ റീറ്റെയിലേക്കാണ് ഇറങ്ങിയത്. അതെ, അതും നിങ്ങളൊക്കെ ഖത്തറിലൊക്കെയാണ്. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചത് നാട്ടിൽ വന്ന് തുടങ്ങാനാണ്. അതിന് ഒരു റീസൺ ഉണ്ട്. കാരണം റീറ്റെയിലിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മളെ വിഷൻ റീറ്റെയിൽ അല്ല. റീറ്റെയിലിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഏറ്റവും ഡെപ്തിലേക്ക് ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് മുതലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ R&Dൻ്റെ ബേസിലാണ് ഫസ്റ്റ് നമുക്ക് കസ്റ്റമറുടെ പൾസ് അറിയണമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, അവർക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാദാപുരത്തിനെ ചൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം നാദാപുരം കുറച്ചുകൂടെ പറയുമ്പോൾ എക്സ്പോസ്ഡ് ആണ്, പൈസയുണ്ട്, കുറച്ചുകൂടെ നല്ല മണി ഹോൾഡിംഗ് പവറുള്ള വാങ്ങാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ്. അതെ, അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ബ്രാൻഡുകളും വെച്ചിട്ടുള്ള ഒരു കടയാണ് തുടങ്ങിയത്. ബ്രാൻഡുകൾ വെച്ചിട്ടുള്ള ഷോപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഞങ്ങൾ അവിടെ എന്ത് ചെയ്തിരുന്നു, പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു R&D അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഷോപ്പിൻ്റെ ബാക്കിൽ യഥാർത്ഥത്തിൽ പ്രൈമായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഒരു R&D ആണ്. തുടങ്ങിയത്. അതെ. ഞാൻ നേരെ താങ്കളിലേക്ക് വരാം. യൂസുഫ് ഭായ് ഒരു നാദാപുരത്തൊരു ഷോപ്പ് തുടങ്ങുന്നു. അത് വിജയിച്ചോ അതോ പ്രശ്നങ്ങളായോ? അവിടെ ഒരു ഷോപ്പ് തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ R&D കൈകാര്യം ചെയ്യുന്ന ഫസലു ഭായ് ഓരോ വ്യക്തിയുടെയും ഇമോഷനുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്ന് വന്നപ്പോഴാണ് നമ്മൾ അടുത്ത മാനുഫാക്ചറിങ് ഫേമിലേക്കുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്കൾ അപ്പോൾ നാട്ടിലെത്തിയോ അതോ താങ്കൾ പ്രവാസി തന്നെയാണോ? ഞാൻ അവിടെ വിദേശത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താങ്കൾ ഇതിലൊരു ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ചെയ്തത്. യെസ്. ഞാൻ മുഹമ്മദിനോട് തിരിച്ചു വരാം. അപ്പോൾ താങ്കൾ നാട്ടിലേക്ക് വന്നോ? ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പ്രധാന ചർച്ചകളിലൊക്കെ അവിടുന്ന് ഖത്തറിനായിട്ടും അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നു. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ടുള്ള സമയത്തിലേക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വീക്ക് മുന്നൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തത് ഞാൻ നാട്ടിലെത്തുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ചുള്ള യാത്രയാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും അതിൽ തന്നെയാണ്, അദ്ദേഹം പ്രവാസിയാണ്. അങ്ങനെ എത്ര വർഷം ഈ റീറ്റെയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി? റീറ്റെയിൽ നമുക്ക് ഏകദേശം ഒരു 2 വർഷത്തോളമാണ് ആ റീറ്റെയിൽ മെയിൻറ്റെയിൻ ചെയ്തത്. കാരണം റീറ്റെയിൽ ഔട്ട്ലെറ്റിന് നമുക്കൊരു ഒരു ഉദ്ദേശമുണ്ട്, അതെന്തിനെന്നുള്ളത്. ആ റീറ്റെയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതല്ല, ആ ഭാഗത്തേക്കല്ല നമ്മുടെ ഫോക്കസ്. നമുക്ക് 2 ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം. ഒന്ന്, നമ്മളിപ്പുറത്ത് ഒരു R&D വർക്ക് ചെയ്യുന്നുണ്ട്. ഈ R&D നാദാപുരം എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരുപാട് കണക്ഷൻസ് ഉണ്ട്.
എനിക്കറിയാം നാദാപുരത്തുള്ള പല വ്യക്തികളും നല്ല ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള സ്പെൻഡിങ് മെൻറ്റാലിറ്റിയും കപ്പാസിറ്റിയും അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷറും കൂടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പം ആ ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആ ഔട്ട്ലെറ്റ് വെച്ചിട്ടുള്ളത്. ഞാൻ ഫസലിലോട്ട് വരാം. ഫസലു, ഈ നിങ്ങൾ 3 പേരും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ ഉദ്ദേശമുണ്ട് R&D. എന്താണ് ഉദ്ദേശം? R&D ഉദ്ദേശം എന്ന് പറയുമ്പോൾ പെർഫ്യൂം ഇൻഡസ്ട്രി പ്രൈമറിലി R&D ബേസ്ഡ് ആണ്. ഭയങ്കര ഹ്യൂജായ ഒരു R&D ആവശ്യമുള്ള സാധനമാണ് പെർഫ്യൂം ഇൻഡസ്ട്രി. അതിൻ്റെ ഫോർമുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ആളുകളുടെ മൈൻഡിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രാഗ്രൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അത് കസ്റ്റമറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ആണ്. അതിനകത്തൊരു ടേണിംഗ് പോയിന്റ് ഉള്ളത് പറയുമ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ അതൊരു ചെറിയ ഷോപ്പായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ ഞങ്ങളെ ഫാക്ടറീൻ്റെ ഒരു ലാബിൻ്റെ പകുതി സൈസ് മാത്രമുള്ള ഒരു കുഞ്ഞു ഷോപ്പായിരുന്നു അത്. ആ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡർ വന്നു. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡർ വന്നു. നമ്മൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ പ്രൈവറ്റ് ലാബലിംഗ് ആൻഡ് കോൺട്രാക്ട് ഫില്ലിംഗ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ കൊളാബറേറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷൻ മാറി മാനുഫാക്ചറിങ്ങിലേക്കാണ്. അപ്പോൾ യൂസുഫ് ഭായിലോട്ട് തിരിച്ചു വരാം. എവിടെയാണ് ഈ സ്ഥാപനം, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? വിഷൻ മാറിയതല്ല, ബിഗിനിങ്ങിലെ നമ്മൾ ഇത് തന്നെയായിരുന്നു വിഷൻ. ഇത് തന്നെയായിരുന്നു വിഷം. അതിൻ്റെ R&Dയുടെ ഭാഗമായിട്ടാണ് എൻ്റെ യൂസറുടെ ട്രെൻഡ് മനസ്സിലാക്കാനായിരുന്നു നമ്മൾ ഷോപ്പ് തുടങ്ങി. എവിടെയാണ് മാനുഫാക്ചറിങ് ഫേം ഉള്ളത്? മലപ്പുറം ഇങ്കൽ ഗ്രീൻ സിറ്റി എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് എക്കണോമിക് സോണിൻ്റെ അകത്താണ്. അത് ശരി. അതൊരു ചെറിയൊരു സ്ഥാപനമാണോ അതോ നല്ല ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ചെയ്തതാണോ? അതെ, നമ്മൾ അവിടെ ഓൺ 99 ഇയേഴ്സിനുള്ള ലീസ്ഡ് ലാൻഡിൽ ഓൺ ബിൽഡിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുഹമ്മദ് ഭായ്, ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈമറി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തന്നെയാണ് ചെയ്തത്. നിങ്ങളുടെ തന്നെ സേവിങ്സ് അല്ല? നമ്മൾ തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് ഒരു ലക്ഷറി ഇൻഡസ്ട്രിയാണ്. എന്നാൽ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ അടുത്തില്ല. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ത് ചെയ്യണം? ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതിന് ഇതിൻ്റെ ലബോറട്ടറി പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി വേണം. സെയിം ടൈം പ്രൊഡക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോടികൾ വില വരുന്ന മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ബ്രാൻഡഡ് പെർഫ്യൂംസുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അപ്പം അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ആവശ്യമുണ്ട്. നല്ല ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയെന്നുള്ളതാണ്. യൂസുഫ് പറഞ്ഞ ഇൻഡസ്ട്രിയൽ എക്കണോമിക് സോൺ എന്നുള്ളത് അവിടെ പ്രൈം ഇൻഡസ്ട്രിയൽ ഏരിയ ആണത്. പ്രൈം ഇൻഡസ്ട്രിയൽ ലാൻഡിന് അതിൻ്റേതായ സ്വാഭാവികതയുണ്ട്. അവിടെയാണ് നമ്മുടെ ഫാക്ടറിയും ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവിടേക്ക് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെമ്പററി സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കിതിന് നല്ല വിഷൻ സെറ്റിങ്സ് ഉണ്ട്. ആ വിഷൻ സെറ്റിങ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഓൺ ലാൻഡ് ആയിരിക്കണം, ഓൺ ബിൽഡിംഗ് ആയിരിക്കണം. നമുക്കതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. വ്യക്തമാണ്. ഫസലുമാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പരിപാടി? റീറ്റെയിലുണ്ട്, പക്ഷേ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് തുടങ്ങി, നിങ്ങളുടെ സ്വന്തം ബ്രാൻഡാണോ? എന്തായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി? നമ്മളെ പ്രൈമറി ഏരിയ എന്ന് പറയുന്നത് OEM ആൻഡ് കോൺട്രാക്ട് ഫില്ലിംഗ് ആണ് നമ്മുടെ പ്രൈമറി ഏരിയ. അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ലൈബ്രറിയിൽ, ഞങ്ങളതിന് ലൈബ്രറി എന്നാണ് പറയുക, ഒരുപാട് കഥകൾ പറയാനുള്ള സ്മെല്ലുകൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്മെല്ലുകളിനകത്ത് ഇൻസ്പയർഡ് സ്മെല്ലുകളുണ്ട്, ഓൺ ക്രിയേഷൻസ് ഉണ്ട്. ഇതുവരെ ആളുകൾ മണക്കാത്ത രീതിയിലുള്ള പുതിയ മണങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ആ സ്മെല്ലുകൾ നമ്മളെന്ത് ചെയ്യും, ഈ നാട്ടിൽ ഒരു പുതിയ ബ്രാൻഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് അവരിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ സ്മെല്ല് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട്. നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കിയില്ല? ഇല്ല, ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കി. ഈ ഫാക്ടറിയിൽ നിങ്ങൾ ബ്രാൻഡ് ആർക്കൊക്കെ ബ്രാൻഡ് വേണമോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്? അതെ. ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫാക്ടറി ആണോ? എക്സാക്ട്ലി. കാരണം ഫാക്ടറി എന്ന് പറയുന്ന സമയത്ത് ഇന്ന് ഗ്ലോബലി പെർഫ്യൂം മാനുഫാക്ചറിങ്ങിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, ഇൻ്റർനാഷണൽ ഫെസിലിറ്റി, ഫുള്ളി ഓട്ടോമേറ്റഡ് ഫെസിലിറ്റിയാണ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത്. എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് നിന്നുണ്ടാക്കുന്ന ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പെർഫെക്ഷനിലുണ്ടാകുന്ന ഒരു സാധനമാണ്. OAR ഫ്രാഗ്രൻസിനകത്ത് നിന്ന് വരുന്ന പെർഫ്യൂം ഉണ്ടാകും. ഞാൻ പറയുന്ന സ്ഥാപനത്തിൻ്റെ പേര് OAR ഫ്രാഗ്രൻസ്. OAR. അത് നമ്മൾ പറയുന്നത് ഓഫ് എ റെവല്യൂഷൻ എന്നാണ്. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ഒരു റെവല്യൂഷനാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെയാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. അതൊരു റെവല്യൂഷൻ തന്നെയാണ്. കാരണം
ഈ ഒരു സ്ഥാപനം നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അതും മലപ്പുറത്ത് തുടങ്ങിയെന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ട് ഇന്ത്യയിൽ തുടങ്ങി അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തുക. അങ്ങനെ പറയുന്ന സമയത്ത് കേരളത്തിൽ എന്തുകൊണ്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ആസ് ഇൻ ഇന്ത്യ ഇതിൻ്റെ ഒരു പ്രൈം റോ മെറ്റീരിയൽ സപ്ലയറാണ് പെർഫ്യൂമിൻ്റെ നമ്പർ 1. പിന്നത്തെ ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്തൊരു ചലഞ്ചാണത്. ഇങ്ങനൊരു സ്ഥാപനം നമ്മളുടെ കേരളത്തിൽ വെച്ചിട്ട് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യണം. ഞങ്ങൾ ഒരിക്കലും മലപ്പുറത്ത് ഇൻഗൽ ഗ്രീൻസ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നിട്ട് കേരളത്തിനല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇന്ത്യനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നല്ലൊരു തോട്ട് പ്രോസസ്സ് തന്നെയാണ്. താങ്കൾ സെയിൽസിൽ അഗ്രഹണിയാണ്, അതുകൊണ്ട് ചോദിച്ചോട്ടെ, ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോഴത്തേക്കും ആരെങ്കിലും മുന്നോട്ട് വന്നോ? ബ്രാൻഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നോ? നമ്മൾ 20ഓളം ബ്രാൻഡുകൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എക്സലന്റ്, 20 ബ്രാൻഡുകൾ. അതെ. അപ്പോൾ സാറ് നേരത്തെ ചോദിച്ച പോലെ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെർഫ്യൂം ഇന്നത്തെ മേഖലയിൽ അടുത്ത 10 വർഷം പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബൂമിംഗ് ആണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം പുതിയ ബിസിനസ് നോക്കുന്നവർക്കും കറൻ്റ്ലി ബ്രാൻഡായിട്ട് നടക്കുന്നവർക്കും അവരുടെ ഓൺ ബ്രാൻഡ് പെർഫ്യൂം മാനുഫാക്ചർ ചെയ്ത് ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അതിലേക്കാണ് നമ്മളെ ഈ OAR ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഇവിടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ആൾക്കാരാണോ അതോ പ്രമുഖ ബ്രാൻഡുകളാണോ? അതിൽ സാർക്കറിയുന്ന നല്ല പ്രമുഖ ബ്രാൻഡുകളുണ്ട്, എന്നാൽ 2-3 ആളുകൾ പുതുതായിട്ട് പുതിയ ബ്രാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ആളുകളും ഉണ്ട്. ഓക്കെ, ഇനി ഒരിക്കൽ സാറ് പെർഫ്യൂം നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് മറിച്ച് നോക്കിയാൽ മാനുഫാക്ചർഡ് ബൈ OAR ഫ്രാഗ്രൻസ് എന്ന് അറിഞ്ഞാൽ അഭിമാനിക്കാം നമ്മുടെ കേരളത്തിലുണ്ടാക്കിയ മുഹമ്മദിനോട് ഞാൻ തിരിച്ചു വരാം. ഈ പെർഫ്യൂം മാർക്കറ്റ് എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്? പെർഫ്യൂം മാർക്കറ്റ് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞതുപോലെ അത്രയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യ 140 കോടിയിൽ പരം ആളുകളുമായിട്ടുള്ള ഒരു അത്രയും വലിയൊരു രാജ്യമാണ്, അത്രയും വലിയ പോപ്പുലേഷനുള്ളൊരു രാജ്യമാണ്. ഇവിടെ പെർഫ്യൂമിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം GCC കൺട്രീസാണ് ഇതിൻ്റെ പ്രൈം മാർക്കറ്റ്. GCC കൺട്രീസിൽ നിന്ന് ആഫ്രിക്ക, ഇറാൻ അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടിങ് കൂടുതലായിട്ട് പോകുന്നുണ്ട്. അവിടേക്കും ഞങ്ങളെ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പല രാജ്യങ്ങളിലേക്ക്, GCC മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് അതുവഴി പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ 142 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു എത്ര രാജ്യങ്ങൾ കൂടണം ആ ഒരു പോപ്പുലേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ സാധ്യതയെ കാണുന്നത്. ഫസലും അതുപോലെ തന്നെ ഈ പെർഫ്യൂം മാർക്കറ്റിൻ്റെ സൈസ് എന്താണ്? പെർഫ്യൂം മാർക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പെർഫ്യൂം മാർക്കറ്റ് ഇറ്റ് സെൽഫ് മോർ ദാൻ 10,000 crore റുപ്പീസിൻ്റെ മാർക്കറ്റ് സൈസാണ്. അത് സ്റ്റിൽ ഗ്രോയിങ് ആണ്. 20% CAGR ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈയിടെ ഞങ്ങളൊരു കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സപ്ലയർ കമ്പനി അസോസിയേറ്റ് ചെയ്തൊരു സ്റ്റഡി നടത്തിയിരുന്നു. അതിൽ ഞാൻ പറയുമ്പം നമുക്ക് കോവിഡിന് ശേഷം ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ എല്ലാ മേഖലയിലും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ട്രാൻസ്ഫോർമേഷനകത്ത് വീട്ടിനകത്തിരുന്നു കൊണ്ട് ലേഡീസ് ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമിന് സെർച്ച് ചെയ്യുന്നത് 1650 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ 10,000 കോടി എന്ന് പറയുമ്പോൾ 142 കോടി ജനസംഖ്യയുള്ള ഈ നാട്ടിൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ശതമാനമല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി. ശരിക്കും ഇതൊന്ന് ഒരു 5, 10, 20% ആയി കഴിയുമ്പോൾ ഇതൊരു പൊട്ടിത്തെറിയുടെ ഗ്രോത്ത് ആയിരിക്കും. അതോടൊപ്പം തന്നെ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ പെർഫ്യൂം എന്ന് പറയുമ്പോൾ വില കൂടിയ ബ്രാൻഡുകൾ, ഇമ്പോർട്ടഡ് ബ്രാൻഡുകളാണ് നമ്മളൊക്കെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാർ അതിലേക്ക് എത്തിപ്പെടില്ല. അപ്പം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇതൊരു വളരെ പ്രീമിയം ഉള്ള പ്രോഡക്റ്റും വില കൂടിയ പ്രോഡക്റ്റുമാണോ അതോ സാധാരണക്കാർക്കുമൊക്കെ ഇറങ്ങാവുന്നൊരു മേഖലയാണോ? ഇപ്പം ഒരു ബ്രാൻഡായിട്ട് ഇറങ്ങുന്നത് പറയുന്ന സമയത്ത് നമ്മൾക്കൊരു വളരെ സെക്യൂർഡായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊരു ഫ്യൂച്ചർ നമ്മൾക്ക് ഈ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പുതിയ ബ്രാൻഡായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക്. പിന്നെ ഒരു എൻഡ് കൺസ്യൂമർ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രീമിയം ഫ്രാഗ്രൻസ് ആണ് ഞങ്ങൾ അതിന് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പാക്കേജ് സൈസ് ചെറുതാക്കി. സോ എല്ലാ ആളുകൾക്കും ബെസ്റ്റ് പെർഫ്യൂം എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള മാർക്കറ്റിനെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ 142 കോടീൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു 20% പെർഫ്യൂം ഉപയോഗിക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ആസ് എൻ ഇന്ത്യ കംപ്ലീറ്റ്ലി
ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഡ്രീമും അതാണ്, ഇന്ത്യയിലെ നമ്പർ 1 പ്രീമിയം പെർഫ്യൂം മാനുഫാക്ചറർ ആകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൈം ഡ്രീം, ഞങ്ങളുടെ പ്രൊജക്റ്റ്. ഞാൻ യൂസഫായിട്ട് ചോദിച്ചോട്ടെ, താങ്കൾ സെയിൽസിലുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിലായിരിക്കാം മുന്നോട്ട് വരിക, നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ബ്രാൻഡ് നെയിമുമായി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമുമായിട്ട് വന്നാൽ നിങ്ങൾ ഏത് പ്രൈസിനും അവർക്ക് ഒന്നും അറിയണ്ട പ്രോഡക്റ്റ് കൊടുക്കുക, അവർ വിറ്റാൽ മതി, അങ്ങനെയാണോ? അതെ, അവർ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചിൽ നിന്ന് അതിനെ ഡിസൈനിങ് മുതൽ A to Z സംഗതികൾ ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വേണ്ട മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ് കൂടെ അഡ്വൈസ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് OARൻ്റെ പ്രൈം. വലിയ ബിസിനസ് സാധ്യതയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഫസ്റ്റ് ബോയ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ പെർഫ്യൂം മാർക്കറ്റിലേക്ക് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ടിങ് എല്ലാം അവിടെ ഇരിക്കട്ടെ, ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ഇന്ത്യയിലെ 1-2 സ്റ്റേറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയാൽ തന്നെ അവരൊക്കെ ഹ്യൂജ് അവർ അസ്യൂം ചെയ്യുന്നതിൻ്റെ എത്രയോ മേലെയായിരിക്കും അതിൽ നിന്നുള്ള ടേൺ ഓവർ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കവേർഡായി കിടക്കുന്ന ഭാഗം. ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറയുന്ന സാധനത്തിന് ഈ ലൈസൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ? എന്താണ് അതിൻ്റെ? അതെ, കാരണം പെർഫ്യൂം നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പെർഫ്യൂം ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ്. നമ്മളെ ദേഹത്ത് ഉപയോഗിക്കുന്ന, നമ്മൾ എന്താ പറയുക, നമ്മളുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി അതിന് കോസ്മെറ്റിക് ലൈസൻസ് വേണം. ഒരു കുടിൽ വ്യവസായം പോലെ തുടങ്ങാൻ പറ്റുന്ന സാധനമല്ല, അത് ഈസി അല്ല. ഇപ്പം നമ്മൾ തന്നെ അത് അറ്റൈൻ ചെയ്തതിൻ്റെ സ്ട്രഗിൾ ഞങ്ങൾക്കറിയാം. ഒബിയസ്ലി അത് പ്രോപ്പറായിരുന്നു. പിന്നത്തെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്തുനിന്ന് ഒരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ ഈ ലൈസൻസ് ആവശ്യമില്ല. സോ ഞങ്ങളെടുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചർഡ് ബൈ OAR ഫ്രാഗ്രൻസ്, അതിൻ്റെ കൂടെ ഈ ലൈസൻസ് നമ്പറും ഉണ്ടാവും. സോ അവർക്കിത് ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്ന സമയത്ത് OAR ഫ്രാഗ്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അവർക്ക് ഗ്ലോബൽ ലെവൽ എവിടത്തേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ലൈസൻസിങ് 100% എവറിത്തിങ് ഈസ് വേൾഡ് ക്ലാസ്. പിന്നെ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനി പെർഫ്യൂം വാങ്ങിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ OAR ഫ്രാഗ്രൻസ് എന്നാണ് ഉള്ളതെങ്കിൽ ഒരു വെൽ ഫെസിലിറ്റേറ്റഡ് എന്താ പറയുക ഒരു സെറ്റപ്പ് എന്ന് വരുന്ന ഒരു പ്രോപ്പർലി ഡിസൈൻഡ് ആൻഡ് ടൈലേഡ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റാണ് എന്ത് ചെയ്യുന്നത് OAR ഫ്രാഗ്രൻസ് എന്ന് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും. അതിൽ ഒരു സംശയം ഇല്ലാണ്ട് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് വാങ്ങിക്കാം. ഞാൻ മുഹമ്മദിനോട് ചോദിച്ചോട്ടെ, ഇതിന് വേറൊരു സാധ്യതയില്ല. കാരണം കോർപ്പറേറ്റുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ഞാൻ ദുബായിലുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ആസ്ഥാനമാക്കിയിട്ടുള്ള ശ്രീ ജബ്ബാർ ബായും സൈനുദ്ദീൻ ബായും അവരുടെ സഹോദരങ്ങൾ ചേർന്ന് ഹോട്ട് പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. 24ഓളം രാജ്യങ്ങളിലാണ് അവർക്ക് ഫാക്ടറി ഉള്ളത്. അവരൊരു വിഷൻ വർക്ക്ഷോപ്പ് 2 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് തിരിച്ചു പോരുമ്പോൾ തന്നത് അവരുടെ ആ ഇവൻറ്റിൻ്റെ പേര് ജം എന്നായിരുന്നു. ജം എന്ന് എഴുതിയൊരു പെർഫ്യൂം ബോട്ടിൽ, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവരുടെ ആ കമ്പനിയുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് തന്നത്. ഗിഫ്റ്റിംഗ് ഇതൊരു വലിയ മേഖലയല്ലേ? കറക്റ്റാണ് സാർ പറഞ്ഞത്. ഈ ഗിഫ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതൊരു ബ്രാൻഡിങ് അതിന് ചേർന്ന് വരുന്നുണ്ട്. ഈ ബ്രാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ഇമോഷണലി കണക്ട് ചെയ്യാൻ കൂടി പറ്റിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി സക്സസ് ആയി. ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ കോർപ്പറേറ്റുകൾ അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ബ്രാൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെർഫ്യൂം നമ്മൾ അവർക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിലേക്ക് വെക്കുന്ന സമയത്ത് അതോട് കൂടിയിട്ട് അവരെ ബ്രാൻഡിങ് പാർട്ടിൻ്റെ എക്സലൻറ്റ് ലെവലിലേക്ക് പോവാണ്. അതിൻ്റെ കാരണം പെർഫ്യൂം ഒരിക്കലും ഒരു പ്രൈം സ്പോട്ടിൽ മാത്രം കീപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ കിച്ചണിൽ കൊണ്ടു വെക്കില്ല, ഡൈനിങ് ടേബിളിൽ വെക്കില്ല. കറക്റ്റ്. അത് പേഴ്സണലൈസ് ചെയ്തിട്ട് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ആക്സസറീസ്. ഞാൻ എൻ്റെ വാച്ചിൻ്റെ കൂടെയാണ് പെർഫ്യൂം. കറക്റ്റ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എന്നും നമ്മൾ കാണും. പിന്നെ അത് മാത്രമല്ല, ഈ പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഈ ബ്രാൻഡുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കും. ആ ബ്രാൻഡിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. റീകോൾ വാല്യൂ എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള. ഇപ്പോൾ ഇങ്ങനെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഇത്തരം കോർപ്പറേറ്റുകളൊക്കെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ നിന്നല്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ്? അതിൽ ജ്വല്ലറികളുണ്ട്, ഹൈപ്പർ മാർക്കറ്റ്, FMCG മേഖല, പിന്നെ സാറ് പറഞ്ഞതുപോലെയുള്ള കമ്പനികൾ. ആ കമ്പനികളുടെ സ്റ്റാഫിൻ്റെ പ്രോഗ്രാമിലേക്ക്, അതായത് 100+ സ്റ്റാഫൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഉള്ള ഗിഫ്റ്റിംഗ്, ഈ സ്റ്റാഫ് കമ്പനിയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ചിലേക്ക് പോകണം. ആ ഒരു അറ്റാച്ച്മെൻറ്റ് സംഭവിക്കുന്നത്
അതിനൊരു പ്രധാന ഭാഗമായിട്ട്. കാരണം ഈ സ്റ്റാഫ് ഒരിക്കലും ഇത് പോക്കറ്റിലോ വണ്ടിയിലോ മാത്രമല്ല ഇത് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഫാമിലിയിൽ എല്ലാവരും ഇതുമായിട്ട് കണക്റ്റ് ആവുകയാണ്. അപ്പം ഈ സാധനം എടുത്തു നോക്കുന്ന സമയത്ത് അല്ലേ ഇത് ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ അടുക്കളയിൽ നിന്ന് അവർക്കറിയാം ആ പെർഫ്യൂം ഉപയോഗിച്ചിട്ട് ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ കണക്റ്റ് ആവുന്നത് ഈ ബ്രാൻഡിലേക്കാണ്. ആരാണോ കൊടുത്തത് എന്തായാലും ഇത് ഷെയർ ചെയ്യും. ഇത് എനിക്ക് എൻ്റെ കമ്പനി തന്ന ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഇന്നേ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണ്, ഇതെന്തായാലും ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇത് കണക്റ്റഡ് ആയി. പിന്നെ ഇത് ഓരോ തവണ ഉപയോഗിക്കുന്ന സമയത്തും തീർച്ചയായിട്ടും മനസ്സിലായി. ഞാൻ ഫസലിലോട്ട് വരാം. ഫസലു, നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങൾ 3 പേരും എൻ്റെ കോമൺ സെൻസ് വെച്ച് ഞാൻ പറയുകയാണ്, പ്രവാസികളാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഖത്തറിലോ ദുബായിലോ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി മെയ്ഡ് ഇൻ GCC, മെയ്ഡ് ഇൻ UAE ഖത്തറിൽ പോയിട്ട് ഒരു കൊലാബറേഷനൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോകോത്തര ബ്രാൻഡ് എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ ഭാരതത്തിൽ, അതും ഇന്ന് സംരംഭകരൊക്കെ ഇറങ്ങാൻ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന, എനിക്ക് ആ സംശയമൊന്നുമില്ല, കേരളത്തിൽ ബിസിനസ് തുടങ്ങിയാൽ വളരുമോ, അവിടെയാണ് നിങ്ങൾ കൊണ്ടുവന്നൊരു ഫാക്ടറി തുടങ്ങുന്നത്. അതെ അതെ. എന്താണ് ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം? നിങ്ങൾ പ്രവാസികളല്ലേ, അവിടെ തുടങ്ങിയാൽ പോരായിരുന്നു? അത് ഈ ചോദ്യം ഞങ്ങളോട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഷമീം സാർ ചോദിച്ച പോലെ തന്നെ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കേരളത്തിൽ ഇതുപോലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് കൊണ്ടുവരിക, നമ്പർ 1. അതുവഴി ജോലി, അതുവഴി ഇപ്പോൾ പുതിയ ബ്രാൻഡുകൾ വരുമ്പോൾ അവർക്കുള്ള ഫെസിലിറ്റീസ്, കാരണം ബ്രാൻഡുകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ അവർക്കുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് പലരും നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രൈം എന്താ പറയുക, ഒരുപാട് 150ഓളം അല്ലെ 200ഓളം ഷോറൂമുകളുള്ള ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകളും അതേപോലെ തന്നെ ഇലക്ട്രോണിക് അപ്ലയൻസ് സ്റ്റോറുകളിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ പരതി നടക്കുകയായിരുന്നു എവിടെ ഇത് കിട്ടും എന്നുള്ളത് അവരുടെ പ്രൊജക്റ്റിൽ. സോ ഞങ്ങൾ കണ്ടതും അത് തന്നെയാണ്. ഇന്ത്യ ASEAN എന്നുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയും പിന്നെ ഇപ്പം ഞങ്ങൾക്കുള്ളൊരു പ്രൗഡ് എന്ന് പറയുമ്പോൾ, നമ്മൾ കേരളത്തിൽ ഒരു വലിയ പെർഫ്യൂം മാനുഫാക്ചറിങ് ഫേം എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയി. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പ്രീമിയം റേഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ്. സോ ഇന്ത്യയിൽ നിന്ന് ഇനി വരും കാലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ വേണ്ട, വരും മാസങ്ങളിൽ പ്രീമിയം പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഓൾറെഡി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹ്യൂജ് എന്താ പറയുക അക്സെപ്റ്റൻസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പ്ലസ് ഇപ്പോൾ ഞങ്ങളുടെ ക്ലയൻറ്റിൽ അവരും എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ തന്നെ, ഗുജറാത്തിലുള്ള ക്ലയൻറ്റുകൾ, നമുക്ക് മുംബൈയിൽ നിന്നുള്ള ക്ലയൻറ്റുകളുണ്ട്. ഇതൊക്കെ ആദ്യം ഞങ്ങളോട് ചോദിച്ചാണ് അവരൊക്കെ വരുമോ, ഇവിടെ ഇൻഡസ്ട്രിക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടോ. ഇപ്പോൾ യൂസുഫ് ഭായി നേരത്തെ പറഞ്ഞു, ഞങ്ങളെ ഫാക്ടറി ഉള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അവിടെയുള്ള എല്ലാ പോസിറ്റീവ്സും ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. സോ എല്ലാ പാർട്ടിലും ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. എല്ലാ പാർട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിൽ നല്ല സ്ഥലത്ത് നല്ല സാധ്യതയും നമുക്കത് കറക്റ്റ് അത് എൻജോയ് ശരിയായ തീരുമാനമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? 100%. യൂസുഫ് തിരിച്ചു വരാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫാക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്കാണ് ഇപ്പോൾ തൊഴിൽ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ഒരു നിയർലി 25 മെമ്പേഴ്സിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഫാക്ടറി ഫസലുഭായി പറഞ്ഞ പോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. മോർ മാൻ പവറിൽ നിന്ന് മാറിയിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം ക്വാണ്ടിറ്റി ഷോർട്ട് ടേം കൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് OR എയിം ചെയ്യുന്നത്. അവിടെ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എക്സലൻറ്റ്. മുഹമ്മദ്, താങ്കളിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എന്താണ് ഈ ഭാവി സ്വപ്നം? ഇന്ത്യാസ് പ്രീമിയം മാനുഫാക്ചർ, പെർഫ്യൂം മാനുഫാക്ചർ എന്നുള്ള നമ്പർ 1. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പല റിച്ചസ്റ്റ് കൺട്രികളിലും അല്ലാത്തതും, എസ്പെഷ്യലി എയർപോർട്ടുകളാണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അവിടെയൊക്കെ പിന്നെ നമുക്ക് കാണാം പല ബ്രാൻഡുകൾ, കൂടുതലും യൂറോപ്യൻ കൺട്രീസിൻ്റെ മെയ്ഡ് പറഞ്ഞുകൊണ്ടുള്ള ബ്രാൻഡുകളാണ്. വളരെ അടുത്ത് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് OR ഫ്രാഗ്രൻസ്, മാനുഫാക്ചർഡ് ബൈ OR ഫ്രാഗ്രൻസ്, അതും കേരള എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള OR ഫ്രാഗ്രൻസ് എന്ന മാനുഫാക്ചറിങ് ഫേമിൽ നിന്ന് വരുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻക്ലൂഡിങ് എല്ലാ ലോകോത്തര വിമാനത്താവളങ്ങളും. ഡ്യൂട്ടി ഫ്രീ. തീർച്ചയായിട്ടും ഡ്യൂട്ടി ഫ്രീ. അതാണ് നിങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഡ്യൂട്ടി ഫ്രീ, എസ്പെഷ്യലി ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സ്വപ്നം പൂവണിയെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിങ്ങൾ 3 പേരും മുന്നോട്ട് പോകുന്നത്? ഒരു സംശയമില്ല. 100%. നിങ്ങൾ കേട്ടു 3 പ്രവാസികൾ
അവർക്ക് വേണമെങ്കിൽ 3 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാമായിരുന്നു. അവരവരുടെ മേഖലയിൽ അവർ പ്രാവീണ്യം തെളിയിച്ച് വിജയിച്ച ആൾക്കാരാണ്. പക്ഷേ ഒരു ആശയം, ദ പവർ ഓഫ് വൺ എന്ന് പറയും. ചില ആശയങ്ങൾ നമ്മൾ തേടി നടക്കേണ്ട, അവർ നമ്മളിലേക്ക് എത്തും. ചില ആൾക്കാർ നമ്മളെ തേടി ഇങ്ങോട്ടെത്തും എന്ന് പറഞ്ഞ പോലെ 3 മേഖലയിൽ നിന്ന് ആൾക്കാർ എവിടെയൊക്കെയോ വെച്ച് ഒരാശയത്തിൻ്റെ പേരിൽ അവർ ഒരുമിക്കുന്നു. അതും നമ്മളെയൊക്കെ മോഹിപ്പിക്കുന്ന പെർഫ്യൂം ഇൻഡസ്ട്രിയിലേക്ക്. ആ ഇൻഡസ്ട്രി അവരെ ഒത്തിണക്കുന്നു. അവർക്ക് വേണമെങ്കിൽ പ്രവാസികളായി തുടരാം, അവിടെ ഒരു സംരംഭം തുടങ്ങാം. അതൊക്കെ വിട്ട് നമ്മുടെ നാട്ടിൽ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മലബാറിൽ വന്ന് അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു പെർഫ്യൂം ഫാക്ടറി തുടങ്ങുന്നു. അവരുടെ ആശയം വലുതാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വിൽക്കാൻ ഇറങ്ങാം. അല്ല, അവർ ചിന്തിച്ചത് നിരവധി സംരംഭകരെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, പെർഫ്യൂം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരുകയാണ്. സാധാരണക്കാർ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. പഴയ പോലെയല്ല. ഇന്ന് നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടി വരികയാണ്. 142 കോടി ജനസംഖ്യയുള്ള ഈ ഭാരതത്തിൽ നമ്മൾ എത്ര തലമുറ വിറ്റാലും വിറ്റ് തീരില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ കേരളത്തിൽ ഇൻഡസ്ട്രി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രാൻഡുമായി ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ വിചാരിച്ചിരുന്നത് യൂറോപ്പിൽ പോയി നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കണം എന്നായിരുന്നു. വേണ്ട, നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് സ്വന്തമായ ഒരു ബ്രാൻഡുമായിട്ട് ഈ ലോകം കീഴടക്കാൻ ഇറങ്ങാമല്ലോ. അതിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫെസിലിറ്റി, വേൾഡ് ക്ലാസ് ഫെസിലിറ്റി. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകൾക്ക്, നമ്മളൊക്കെ പണ്ട് ഗിഫ്റ്റ് എന്തു കൊടുത്താലും വലിച്ചെറിഞ്ഞ് കളയുന്ന ഗിഫ്റ്റല്ല, ഇന്ന് നമ്മുടെ ദേഹത്ത് നമ്മളൊന്ന് അടിച്ച് മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുന്നത് പോലും ഈ പെർഫ്യൂം കൊണ്ടായിരിക്കാം. അത്തരം കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സാധ്യതകളും അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. നല്ലൊരു ആശയവുമായി നമ്മുടെ നാട്ടിൽ ഈ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ചങ്കൂറ്റം കാണിച്ച ഈ 3 സഹോദരങ്ങൾക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സംരംഭകരെ ഉണ്ടാക്കാനും നിരവധി തൊഴിൽ സാധ്യതകൾ തുറന്നിടാനുമുള്ള ഒരാശയമാണ്. നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങാനാവില്ല, തുടങ്ങിയാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവരോട് മറുപടി ഇവർ തന്നെ പറയുന്നുണ്ട്, ഇതാണ് നല്ല സ്ഥലം, ഇവിടെ തുടങ്ങുക. ഇനിയും നിരവധി സംരംഭകരെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് ആവുന്നുമുണ്ട്. 3 പേരോട്, മുഹമ്മദ്, ഫസ്ലു, അതുപോലെ തന്നെ യൂസുഫ് ഭായ്, നിങ്ങൾ തുടങ്ങിയ ആശയം ഒരു ഉഗ്രൻ ആശയമാണ്. കാരണം നിങ്ങൾ വേണമെങ്കിൽ ഒരു ബ്രാൻഡുമായി പോയി നിങ്ങൾക്ക് കോടീശ്വരനാവും എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിരവധി സംരംഭകരെ ഉണ്ടാക്കാനാവും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് വളരും, ഇത് വലുതാവും. നിങ്ങളിലൂടെ 20 ബ്രാൻഡുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് 200ഉം 2000ഉം 2 ലക്ഷമൊക്കെ ആവട്ടെ, അതാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നം എല്ലാവരുടെയും ജീവിതം മാറ്റാൻ സഹായിക്കട്ടെ. നിരവധി ആൾക്കാർ നിങ്ങളുടെ പെർഫ്യൂമുകൾ ഉപയോഗിക്കട്ടെ. ഞാനും ആ ദിനം സ്വപ്നം കാണുകയാണ്. നന്നായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അമേരിക്കയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് തൊട്ട് ഞാൻ ഡ്യൂട്ടി ഫ്രീ പേ എവിടെയെങ്കിലും കയറുകയാണെങ്കിൽ ആദ്യം എടുത്ത് തിരിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പെർഫ്യൂം ഉണ്ടോ എന്നായിരിക്കും. അതുതന്നെയായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്പാർക്കിൻ്റെ പ്രേക്ഷകനും ഇനി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് പടച്ചോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.